ഇപ്പോൾ വരുന്ന വാർത്ത അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് ജാമ്യമില്ല, കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അല്പം മുൻപാണ് ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത്. വി അരുൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു. അരുൺ, എല്ലാ വാദങ്ങളും തന്നെ അഡ്വക്കേറ്റ് ശ്യാമിലി ഉപദ്രവിച്ചു എന്നതടക്കം ബെയിലിൻ കൊണ്ടുവന്ന വാദങ്ങളൊക്കെ കോടതി തള്ളിയിരിക്കുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും അപർണ, അത് തന്നെയാണ്. ബെയിലിൻ ദാസിന് ജാമ്യമില്ല, ബെയിലിന്റെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുന്നു. ബെയിൽ ആപ്ലിക്കേഷൻ നാളെ കേൾക്കാം, ജാമ്യാപേക്ഷ നാളെ കേൾക്കാമെന്നാണ് കോടതി മജിസ്ട്രേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ ജയിലിലേക്ക് പോകും, റിമാൻഡിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് കോടതിക്കുള്ളിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ബെയിലിൻ ദാസ് ജയിലിലേക്ക് പോവുകയാണ്. സ്വന്തം സഹപ്രവർത്തകയെ, സ്വന്തം ജൂനിയറായ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ജയിലിലേക്ക് അയക്കാനാണ് കോടതി തീരുമാനം. ജാമ്യ ഹർജിയിൽ നാളെ വേണമെങ്കിൽ വാദം കേൾക്കാം, അല്ലെങ്കിൽ നാളെ ജാമ്യം കേൾക്കാനുള്ള നിലപാടാണ് ഈ ഘട്ടത്തിൽ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പ്രമാദമായ ഒരു കേസാണ്, വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. കേരളം ആ രീതിയിൽ ശക്തമായ വികാരം ഈ അഭിഭാഷകനെതിരെ ഉയർന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കോടതി ഇരയ്ക്ക് നീതി എന്ന നിലപാടിനൊപ്പമോ അല്ലെങ്കിൽ തെളിവുകളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനമോ ആകാം. ബെയിലിൻ ദാസിന് ഇന്ന് എന്തായാലും ജാമ്യമില്ല, നാളെ വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി പറയുന്നത്. ഈ കേസിൽ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം വിശദമായി കോടതി കേട്ട ശേഷമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. 30/5 അതായത് 30-ാം തീയതി വരെയാണ് ഇയാളെ കസ്റ്റഡിയിലേക്ക് വിടുന്നത്. സാധാരണ 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. ആ 14 ദിവസത്തെ റിമാൻഡ് കാലാവധിയിലേക്ക് ബെയിലിൻ ദാസ് എന്ന അഭിഭാഷകനെയും കോടതി വിടുകയാണ്, ജയിലിലേക്ക് വിടുകയാണ്. 30/5 വരെ ജയിലിൽ തുടരാനാണ് കോടതിയുടെ നിർദ്ദേശം. 14 ദിവസത്തെ റിമാൻഡ് കാലാവധിയാണ് ആദ്യഘട്ടത്തിൽ കോടതി സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ വിധിക്കുന്നത്. 30/5 മാത്രമാകും ഇയാളുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുക. നാളെ പക്ഷേ ഇയാളുടെ ജാമ്യ ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. ഇപ്പോൾ ബെയിലിൻ ദാസിനെ അധികം വൈകാതെ മെഡിക്കൽ പരിശോധനയ്ക്കും അവിടെ നിന്ന് ജയിലിലേക്കും തിരുവനന്തപുരം സബ് ജയിലിലേക്കും കൊണ്ടുപോകും. വളരെ പ്രമാദമായ ഒരു കേസ്, വളരെ നിർണായകമായ വിധി ഉണ്ടാകുന്നു ആ കേസിൽ. സ്വന്തം സഹപ്രവർത്തകയെ, ഒരു സ്ത്രീയെ, അഭിഭാഷകയെ, ജൂനിയർ അഭിഭാഷക അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻ ദാസിനെ ജയിലിലേക്ക് അയക്കുകയാണ് കോടതി. ഇയാളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. നിരവധി വാദമുഖങ്ങൾ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ ഹാജർ അഭിഭാഷകൻ മുന്നോട്ട് വച്ചു. ഇയാളെ ആക്രമിച്ചത് ശ്യാമിലിയാണ്. അവരുടെ ആക്രമണത്തിൽ ഇയാളുടെ കണ്ണട തകർന്നു, ചെവിയിൽ അടികിട്ടി, ഇയാളുടെ ചെവിക്ക് കേൾവി തകരാറുണ്ട്, പുരികത്തിന് മുകളിൽ നഖം കൊണ്ടേറ്റ മുറിവുണ്ട്, പാടുണ്ട്. ആ സാഹചര്യത്തിൽ പ്രകോപനമുണ്ടാക്കിയത് ശ്യാമിലിയാണ്. സ്വന്തം രക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റു വഴികളില്ലാതെയോ തിരിച്ചടിക്കുകയായിരുന്നു വാദമാകാം ഒരുപക്ഷെ ഇയാൾ മുന്നോട്ട് വെച്ച. പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ട് ഒരു സ്ത്രീയെ, തീർത്തും ബലഹീനയായ ഒരു സ്ത്രീയെ ആ രീതിയിൽ ആക്രമിച്ച കേസിൽ പ്രതിയുടെ ജാമ്യം നിഷേധിച്ച് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. പ്രതിയെ അല്പസമയത്തിനകം മെഡിക്കൽ പരിശോധനയ്ക്കായി കോട്ട ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പോലീസ് വാഹനത്തിൽ ബെയിലിൻ ദാസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മുടെ സ്ക്രീനിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയാളെ പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. മാധ്യമപ്രവർത്തകരെ പോലീസ് നീക്കി വാഹനം കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം വഞ്ചൂർ കോടതി പരിസരത്തുണ്ട്. വലിയ പോലീസ് സന്നാഹമുണ്ട്. സാധാരണഗതിയിൽ വഞ്ചൂരിൽ ഇത്ര വിഷയമുണ്ടാകുമ്പോൾ പോലീസിന്റെ വലിയ സന്നാഹം സാധാരണഗതിയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ബെയിലിൻ ദാസ് എന്ന അഭിഭാഷകനെ ജയിലിലെ മെഡിക്കൽ പരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രി കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങളെ കൈയെടുത്ത് വീശിക്കാണിച്ച് ബെയിലിൻ ദാസ് ഇപ്പോൾ ജയിലിലേക്ക് പോവുകയാണ്. സ്വന്തം സഹപ്രവർത്തകയെ, ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയാണ് ബെയിലിൻ ദാസ്. ഇയാളെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വൈകാതെ ഇയാളെ സബ് ജയിലിലേക്കും മാറ്റും. കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട വ്യത്യാസം സാധാരണ രീതിയിൽ പ്രതിഭാഗത്തിനെയും വാദിഭാഗത്തിനെയും വാദം കേട്ടതിനു ശേഷം ഈ ജാമ്യാപേക്ഷ തള്ളുകയല്ലേ ഉണ്ടായിരിക്കുന്നത്. ഇത് പിന്നീട് പരിശോധിക്കാമെന്ന് പറയുന്നു. എന്നിട്ട് അതിൽ കോടതി ഒരു സമയമെടുക്കുന്നു. അത് സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ നടക്കുന്നതാണോ? നിയമപരമായിട്ടുള്ള വൃത്തങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? കോടതി തന്നെ ഇതിനകത്തൊരു നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളൊരു സൂചന കൂടിയാണോ ഈ പുറത്തേക്ക് വരുന്നത്? സ്വാഭാവികമാണ്, അതിൽ അസ്വാഭാവികതയൊന്നുമില്ല. സാധാരണ ഇങ്ങനെ തന്നെയാണ്. ഒരു റിമാൻഡ് റിപ്പോർട്ട് വരുമ്പോൾ അത് അംഗീകരിക്കാനും തള്ളാനും കോടതിക്ക് അധികാരമുണ്ട്. അതിനുശേഷം
ജാമ്യ ഹർജി ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവിക ആ ഘട്ടത്തിലാണ് ഈ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചാൽ മാത്രമേ ജാമ്യ ഹർജി ആ രീതിയിൽ അഭിഭാഷകന് വാദിഭാഗത്തെ മുന്നോട്ട് വയ്ക്കാനാകൂ. അങ്ങനെ ആ ജാമ്യ ഹർജി നൽകുമ്പോഴാണ് ജാമ്യ ഹർജി നാളെ പരിഗണിക്കാം, നാളെ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. ആദ്യത്തെ വാദം മുഴുവൻ നടന്നത് ഈ റിമാൻഡ് റിപ്പോർട്ടിന്മേലാണ്, പോലീസ് ഹാജരാക്കിയ റിമാൻഡ് റിപ്പോർട്ടിന്മേലാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിന്റെ വാദമാണ് നടന്നത്. ആ വാദത്തിലാണ് വാദിഭാഗവും പ്രതിഭാഗവും തങ്ങളുടെ വാദങ്ങൾ മുന്നോട്ട് വച്ചത്. അത് കേട്ട ശേഷമാണ് കോടതി ഇയാളുടെ ജാമ്യം നിഷേധിച്ചത്. അപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ തങ്ങൾക്ക് ജാമ്യ അപേക്ഷയുണ്ട്, ജാമ്യക്കാരുണ്ട്, ആ ജാമ്യ അപേക്ഷ പരിഗണിക്കണം ആവശ്യപ്പെടുമ്പോൾ അത് നാളെ പരിഗണിക്കാം, ഇപ്പോൾ ഇയാൾ ജയിലിലേക്ക് പോകട്ടെ, 30-ാം തീയതി വരെ ഇയാളെ റിമാൻഡ് ചെയ്യുന്നുവെന്ന ഉത്തരവ് കോടതി വ്യക്തമാക്കിയത്. ഏതായാലും വളരെ നിർണായകമായ കേസിൽ കോടതിയുടെ ആദ്യ വിധി വന്നിരിക്കുന്നു. അത് ഇരയ്ക്കൊപ്പം തന്നെയാണ് വിധി. ഇരയുടെ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേട്ട ശേഷം അത് ശരിവെച്ചുകൊണ്ടുള്ള വിധിയാണ് ഈ ഘട്ടം. വിധി എന്ന് പറയാൻ കഴിയില്ല, ഈ ജാമ്യാപേക്ഷയുടെ വിധി വന്നിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കേസാണ്. ഇയാളെ അല്പസമയത്തിനകം മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ഏതായാലും വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പ്രതിഭാഗം അഭിഭാഷകനോ പ്രോസിക്യൂട്ടറോ മാധ്യമങ്ങളോട് സംസാരിക്കുമോ? ഇത് ഏത് തരത്തിലുള്ള വാദങ്ങളൊക്കെയാണ് ബെയിലിൻ ദാസ് കോടതിയിൽ ഉന്നയിച്ചത്? നേരത്തെ പുറത്തുവരുന്ന വാർത്തകൾ പോലെ അഡ്വക്കേറ്റ് ശ്യാമലിക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഈ കേസ് തന്നെ വഴി തിരിച്ചുവിടാനുള്ള ഒരു നീക്കങ്ങളൊക്കെ കോടതിയിൽ നടത്തുമ്പോൾ ആ വിവരങ്ങളൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുന്നുണ്ടാകുമോ അഭിഭാഷകർ മാധ്യമങ്ങളെ കാണുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഏത് കേസിലെ പ്രതിയായാലും അവരുടെ അഭിഭാഷകൻ അവരുടെ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള അവകാശമുണ്ട്. പ്രതിക്ക് ജാമ്യം ലഭിക്കാൻ തന്നെയാകും അഭിഭാഷകൻ ഇടപെടുക. അതിന്റെ ഭാഗമായുള്ള വാദമായി തന്നെ അതിനെ കാണേണ്ടതുമുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശക്തമായിരുന്നു, തെളിവുകൾ ശക്തമായിരുന്നു. ഈ പെൺകുട്ടിയുടെ മർദ്ദനമേറ്റ ശ്യാമിലിയുടെ മൊഴി വളരെ സുവ്യക്തമായിരുന്നു, കൃത്യമായിരുന്നു. അവർ വളരെ കൃത്യമായി തന്നെ തനിക്ക് അവിടെ നിന്നുണ്ടായ അനുഭവം പോലീസിന് മൊഴിയായി നൽകി. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ ഇത്തരമൊരു വിധി തന്നെ ഉണ്ടായത്. ഇന്നൊരു വകുപ്പ് ഇതിൽ കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഭാഗമായി നേരത്തെ എഫ്ഐആർ ഇല്ലാത്തൊരു വകുപ്പ് കൊണ്ട് ഇവരുടെ ശ്യാമിലിയുടെ കവിളിൽ പൊട്ടലുണ്ട് എന്ന വകുപ്പ് കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഏറെക്കുറെ ഉറപ്പായിരുന്നു പ്രതിക്ക് ജാമ്യം നിഷേധിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതലെന്നുള്ളത്. അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോഴും ഇവിടെ പോലീസിന്റെ സന്നാഹം ആ രീതിയിൽ തന്നെ തുടരുകയാണ്. വളരെ ശക്തമായ പോലീസ് സന്നാഹം. ഏതായാലും ഇനി നാളെ ഇയാളുടെ ജാമ്യ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. അവിടെ സ്വാഭാവികമായും അപ്പോൾ അയാൾ ഒരുപക്ഷെ ജാമ്യം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം ഇന്ന് ഈ രീതിയിൽ കേസ് വരുമ്പോൾ ഇത്തവണ ആ രീതിയിൽ കേസ് പരിഗണിച്ചു. ഇന്ന് ഇയാളെ റിമാൻഡിലേക്ക് അയക്കുന്നു. എത്ര വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്, അതിന്റെ കുറ്റത്തിന്റെ വ്യാപ്തിയുമൊക്കെ നിയമപരമായ വ്യാപ്തിയുമൊക്കെ പരിശോധിച്ച ശേഷം മാത്രമാകും കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും അതിലൊരു തീരുമാനം എടുക്കുകയും ചെയ്യുക. ഏതായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിവരമെന്നാണ് ബെയിലിൻ ദാസ് ജയിലിലേക്ക് ഇയാളെ വിവരങ്ങൾ നൽകിയത്. ബെയിലിൻ ദാസിന് ജാമ്യമില്ല. യുവ അഭിഭാഷകയെ സഹപ്രവർത്തകയായിട്ടുള്ള യുവ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് ഇന്ന് ജാമ്യമില്ല. ജാമ്യ ഹർജി നാളെ പരിഗണിക്കാം എന്ന നിലപാടാണ് കോടതി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്.